ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഞാനും ആമി ആദ്യം കൂടെ തെക്കേ ഗോപുരം കാഴ്ച കാണാൻ പോയതാണ്. വിളംബരം നീന്തലക്കവലം നട തുറന്നു വരാൻ കാണാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം തൃശ്ശൂർ നമ്മള് വ്ളോഗേഴ്സ് പറയും വളർന്നു വരുന്ന വ്ളോഗേഴ്സാണ് ഞങ്ങൾ. എനിക്കിപ്പോ 34 വയസ്സായി. എന്റെ ഇത്രയും വർഷത്തിന്റെ എക്സ്പീരിയൻസ് ഞാൻ ഇതുവരെയായിട്ട് ഇവിടെ വന്നിട്ടില്ല ഗൈസ്. ഇത് വന്നിട്ടില്ല, ഈ ഭാഗത്ത് വന്നിട്ടില്ല എന്നല്ല, തെക്കേനാടയിൽ വന്നിട്ടില്ല എന്നല്ല. ഇങ്ങനത്തെ ഒരു ഇത് ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഫോണിലും. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ തന്നെ എയർപോർട്ട് എടുത്ത് ഞങ്ങൾ തന്നെ പോകുന്നു. ഒരു കുടമാറ്റം കാണാൻ വന്നൊരു എക്സ്പീരിയൻസ് അനുസരിച്ച് എനിക്ക് നിൽക്കാനും ഇതിനും സ്ഥലമില്ലാത്തൊരു തിക്കും തിരക്കില്ലെന്ന് പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷെ കാണാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ അന്ന് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ കണ്ടു ഗൈസ്, എന്തോ ഒരു രോമാഞ്ചം വരുന്നൊരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നേ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ദയവായിട്ട് ഞങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു. നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങോട്ട് കയറ്റി വെച്ചോളൂ, ഇത് ഇങ്ങോട്ട് പറഞ്ഞു. അതന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവായി. ഞാൻ വിചാരിച്ചു ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നതിന് എനിക്ക് അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഞാൻ എന്തോ ഒരു കോൺഫിഡൻസിലാണ് പിള്ളേരെയും കൊണ്ടുവന്ന് ഇറങ്ങിയത്, അവർക്കും കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ കണ്ടു, അത്രേ എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഇതുപോലത്തെ കുറേ കാഴ്ചകൾ തൃശ്ശൂർ പൂരത്തിന് പോയി കഴിഞ്ഞാൽ പൂരപ്പറമ്പിൽ തന്നെ മഴ പെയ്തുകൊണ്ട് വെയിലിന് ഇത്തിരി കുറവുണ്ടായിരുന്നു, പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നേ. അയ്യോ പതിനൊന്ന് മണിക്ക് നട തുറന്നെത്തുന്നു പറഞ്ഞിട്ട് ഞങ്ങളൊരു 11:15 ആയിട്ട് അവിടെ എത്തിയായിരുന്നു കേട്ടോ. പക്ഷെ നിന്ന് ഒരു പരിവായി. ആദ്യമൊക്കെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ പോയി സംഭവമൊക്കെ മേടിച്ച് കുടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഒരു ആവേശം കയറി സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം വരുന്നു. അങ്ങനെ കാത്തുനിന്ന് ഒരു 12:45 എന്തോ ആയിട്ടുണ്ട്. എറണാകുളം ശിവകുമാറിൻ്റെ പുറത്തേറിയിട്ട് നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുരം നട തള്ളി തുറക്കാണ് കേട്ടോ. നോക്കി ഇത്രയധികം ആൾക്കാരുടെ നോട്ടം മൊത്തം ആ ഒരു കാഴ്ച കാണാനാണ്, എൻ്റെ മക്കളടക്കം. കഷ്ടപ്പെട്ട് കുറെ നേരം നിന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂറോളം നിന്നുണ്ട്. പോവാ 1.5 മണിക്കൂർ കഷ്ടിച്ച് നിന്ന് കണ്ടു. പറ്റണ വീഡിയോ ഒക്കെ എടുത്തു, അതൊക്കെ ആഡ് ചെയ്യാം. ഞങ്ങൾ തിരുവമ്പാടി ചമയം എന്തായാലും ഞാൻ കഴിച്ചിട്ട് തിരുവമ്പാടി ചമയം കാണാൻ പോവാം. ചമയം കാണിച്ചു ഷെയ്ക്ക് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഷെയ്ക്ക് കടയൊന്നും കണ്ടില്ല. അപ്പം ഞങ്ങൾ ലാസ്റ്റ് കോഫി ഹൗസിൽ കയറിയിട്ട് പിള്ളേർക്ക് ബിരിയാണിയും ജ്യൂസും ഞാൻ കട്ട്ലേറ്റ് ഉണ്ടല്ലോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. കാരണം ഇനിയും തിരുവമ്പാടിയുടെ അവിടെയും പാറമിക്കാവിൻ്റെ അവിടേക്ക് പോകുമ്പോൾ തിരക്കുണ്ടോയെന്നൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പോവാറില്ല കേട്ടോ. പകൽ രാത്രി മാത്രമാണ് വീട്ടിലെല്ലാവരെയും കൂടെ പോവാറ്. ഇതെന്തോ ഈ പൂരത്തിൻ്റെ ഒരു വൈബ് എന്ന് നമുക്ക് പെണ്ണുങ്ങൾക്ക് ആസ്വദിക്കാൻ പാടില്ലേ, അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിള്ളേരെ കൊണ്ട് പോയത്. ആദിക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആന വരുമ്പോൾ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദീനെ ആ സമയത്ത് എടുത്തു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ താഴെ നിർത്തി. അപ്പോൾ ഒരു പയ്യനെ അവനെ പൊക്കി നന്നായി കാണിച്ചൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലാന്നേ. നമ്മുടെ തോന്നല നമുക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളതൊക്കെ. പോയി കഴിഞ്ഞാൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാനൊക്കെ പറ്റേ. അപ്പോൾ തൃശ്ശൂർ ശരിക്കും പൂരത്തിൻ്റെ ഒരു വൈബ് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ.
നല്ല തിരക്കാ, ട്രാഫിക് ഉണ്ട് നന്നായിട്ട്. ഞാൻ പിന്നെ 2 വീലറുമ്മൽ തന്നെ പോയിട്ട് നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പോലീസുകാരുണ്ട്, എല്ലായിടത്തും പോലീസുകാരുണ്ടായിരുന്നു. പിന്നെ കുറേ കച്ചവടക്കാരും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. നമുക്ക് ശരിക്കും വൈബ് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഈ ദിവസമൊക്കെ ഇറങ്ങിയാൽ നന്നായിട്ട് അത് ഫീൽ ചെയ്യേ. അങ്ങനെ ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് തിരുവമ്പാടി കൗസ്തുഭം ഓഡിറ്റോറിയത്തിലായിരുന്നു അവിടുത്തെ ചമയുണ്ടായിരുന്നു. അപ്പം അത് കാണാൻ പോയിട്ടോ. വാ ലക്ഷ്മി നമ്മൾ തിരുവമ്പാടി സമയത്ത് കാണാൻ എംബ്രോയിഡറി ഗ്രീൻ മയിൽപ്പിൽ നമ്മൾ സെറ്റ് നമ്മുടെ കമ്മലുമുള്ളതല്ലേ അല്ലേ? നീല മഞ്ഞ വെറൈറ്റി ഉണ്ട്. മുരുകൻ ശിവനും പാർവതി ഇത് കൂടെയാവൂലേ? ഗണപതി വിഷ്ണു ഇത് രസമുണ്ട് കേട്ടോ. ഈ നീല ഫറായിട്ടുള്ള മെറ്റീരിയൽ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പാറമേക്കാവിൻ്റെ ചമയം കാണാൻ പോയിട്ടോ. അത് പിന്നെ ഞങ്ങൾ സ്ഥിരം പോവാറുള്ളതാണ്. അവിടുത്തെ അഗ്രശാലയിലാണ് നടക്കാറ്. അതെല്ലാ വർഷവും കാണാറുണ്ട്. പക്ഷെ തിരുവമ്പാടിയായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് തിരക്കുണ്ടോ? തിരുവമ്പാടിനേക്കാളും തിരക്ക് ഇവിടെ പാറമേക്കാവിൽ തന്നെയായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. പിന്നെ നല്ല ചൂടല്ലേ അവിടെ. AC വെൻഡേഴ്സ് ഉണ്ട് ഓരോ സൈഡിൽ. അവിടെ എത്തുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സ്റ്റക്കായി നിൽക്കും. നല്ല സുഖമായിരുന്നു.
അതിടമ്പല്ല. റെഡും ബ്ലാക്കും നല്ല രസമുണ്ട്. രാത്രി നല്ല രസമുണ്ട്. ഡൈ കൊട പോട്ട് 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 ഫോട്ടോ എടുത്തവരൊക്കെ നീക്കോ നീക്കോ. പക്ഷെ അതല്ല കാച്ചുണ്ടല്ലേ. കൂളറാണ് കഴിച്ചത്. ഇവിടെ കഴിഞ്ഞു അടി ചേച്ചി റൈറ്റ് സൈഡിൽ എംബ്രോയിഡറി ഒരു ബ്ലാക്ക് കൂടെ വരുന്നുട്ടാ. ആ ചോറ്റാനിക്കര അമ്മ ശിവൻ ആണോ? ആ ബ്ലൂവാ. പാറമേക്കാവിൻ്റെ തിരുവമ്പാടിയും അത്യാവശ്യം കുടകളുള്ള കാഴ്ചകളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അധികം കട്ടൊന്നും ചെയ്തില്ല. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതൊരു പുതിയ അനുഭവം അല്ലേ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഞങ്ങളുടെ വോയിസുകളും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നു. അവിടെ നിന്ന് ഇറങ്ങി പാറമേക്കാവിൻ്റെ ബാക്ക് സൈഡിൽ പോയപ്പോൾ ഒരുപാട് ആനകൾ, നല്ല നല്ല ആനകൾ, നല്ല നല്ല ആനകൾ എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മൾ കാണുമ്പോൾ കാണാൻ നല്ല അഴകുള്ള ആനകൾ എന്നൊക്കെ പറയില്ലേ. പിന്നെ എല്ലാവരും കുളിപ്പിച്ച് നിർത്തിയോണ്ട് തന്നെ ആ കറുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ അവരെ കുളിപ്പിക്കുമായിരുന്നു. ചിലവരൊക്കെ എടുത്തി കുളിപ്പിക്കുന്നുണ്ട്, ചിലവർ നിർത്തി മോട്ടർ അടിച്ച് കുളിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കുളിപ്പിച്ച് അതിനെ തുമ്പിക്കൈ അങ്ങനെ മടക്കൊക്കെ വെച്ചതേ അവർ പോണു. ആദ്യക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ ആദ്യം നല്ല ഉഷാറായിട്ടാവും. അവിടെ ഒരു ഷെഡിൽ നിറച്ച് പട്ടകൾ, ആനയ്ക്ക് കൊടുക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ. കാരണം 55-ൽ പരം ആനകൾ പാറമേക്കാവിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഫിറ്റ്നസ് ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇവരൊക്കെ റെഡിയാക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാ സൈഡിലും ആനകളെ പല പല രീതിയിൽ കുളിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് അവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അയ്യോ
നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാനനെ കണ്ടിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടെ അമ്പലത്തിൽ പൂരത്തിനും ഞങ്ങളുടെ ഇവിടെ തന്നെ തിരുവണിക്കാവിൽ രാജഗോപാലിനൊക്കെ ഉണ്ട്. അവനെയൊക്കെ കണ്ടിട്ടുണ്ട്, അവനിങ്ങനെ കളിക്കുന്നതൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ എല്ലാ ആനകളും ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതെ ഇവനെ നിർത്തിയിട്ടാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ ആമി ചോദിക്കുന്നുണ്ട് കിടന്ന് കുളിക്കുന്ന ആനകളൊക്കെ എങ്ങനെ എഴുന്നേക്കാം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ആമിക്ക് ആ ഒരു കാഴ്ച മിസ്സായിട്ടോ. ഒരാൾ എഴുന്നേറ്റ് നിന്നായിരുന്നു കുളി കഴിഞ്ഞിട്ട്. പക്ഷെ ആമി അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെയൊക്കെ കൊമ്പ് നോക്കിയേ. പിന്നെ ദേ എനിക്ക് കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടത് ഇവനെയാട്ടോ. ഇവൻ ഞങ്ങൾ പോയി അവിടെ നിന്ന് പോരുന്ന നേരം വരെ ഇവൻ ഈ കളിക്കലായിരുന്നു. എനിക്കത് കളിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. ചിലർ ദേഷ്യം വന്നിട്ട് കാണിക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിഞ്ഞൂടെ. പക്ഷെ ഇത് കാഴ്ചയിൽ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഇവനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവൻ്റെ അവിടെ തോട്ടി ചാരി വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അവൻ അതൊന്നും എനക്കം വരാതെ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെ കുളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആലിൻ്റെ ആ വള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെ അവനെയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഒരുവിധമായിട്ടുണ്ട്, 2 മണി 2:30 എന്തോ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ. അങ്ങനെ പൂരക്കാഴ്ചകളുടെ ഒരു ആവേശം ഉൾക്കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു. ഇനി വൈകുന്നേരം എല്ലാവരും കൂടെ പോകണം ലൈറ്റൊക്കെ കാണാനായിട്ട്. നാളെയും പോവും. പൂരത്തിൻ്റെ അന്ന് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ പോകാറുള്ളൂ കേട്ടോ. പകല് പിള്ളേരെയും കൊണ്ട് പോകലൊന്നും എളുപ്പമല്ല. പിന്നെ അതിനുള്ളൊരു ആവേശമുള്ള ആൾക്കാർ നമ്മുടെ കൂടെ വേണം. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് ടൈം എപ്പോഴേലും പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ ബൈ.